ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നാരായണീയത്തിലെ 56-ാം ദശകം പഠിക്കാം. കാളിയ ഗർവശമനവും ഭഗവദനുഗ്രഹവും എന്ന് അതിൻ്റെ ശീർഷകം കൃത്യം വായിച്ചിട്ട് അർത്ഥം പറയാം. രുചിരകമ്പിതകുണ്ടലമണ്ഡലഃ സുചിരമീശസന്നനർത്തിത പന്നഗേ അമരതാഡിതദുന്ദുഭിസുന്ദരം വിയതി ഗായതി ദൈവതയൗവതേ. പദങ്ങൾ: രുചിരകമ്പിതകുണ്ടലമണ്ഡലഃ സുചിരം ഈശ നനർത്തിത പന്നഗേ അമരതാഡിതദുന്ദുഭിസുന്ദരം വിയതി ഗായതി ദൈവതയൗവതേ. അങ്ങനെയാണ് പദങ്ങൾ. കാളിയൻ്റെ ആ പത്തികളിലെ പണങ്ങളിലെ ശ്രീകൃഷ്ണ നൃത്തം ചെയ്യുന്ന രംഗമാണ്. കാളിന്തിയിൽ എല്ലാ ഗോപന്മാരും എല്ലാവരും അവിടെ എത്തി വളരെ സംഭ്രമത്തോടു കൂടി നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് സംഭ്രമത്തോടു കൂടി നിൽക്കുകയാണ്. ആ കഥയാണ്. രുചിര കമ്പിത കുണ്ടല മണ്ഡല. രുചിരം എന്ന് പറഞ്ഞാൽ മനോഹരമായ, കമ്പിതം അനങ്ങുന്ന കുണ്ടലം. കുണ്ടലം എന്ന് പറഞ്ഞാൽ ചെവിയിലെ കർണാഭരണമാണല്ലോ. കവിളിൻ്റെ സൈഡിൽ ആ കർണാഭരണങ്ങൾ ഇളകുന്ന. മണ്ഡലം എന്ന് പറഞ്ഞത് ആ ഒരു ഭാഗത്തെ പ്രദേശത്തെ കൂടി സൂചിപ്പിക്കാനാണ്. സുചിരം എന്ന് പറഞ്ഞാൽ വളരെ നേരം. ഈശ അല്ലയോ ഈശ അല്ലയോ ഭഗവാനെ, അത് പട്ടതിരി സംബോധന ചെയ്യുകയാണ് ഗുരുവായൂരപ്പനെ. നനർത്തിഥ നൃത്തം ചെയ്തു, നൃത്തം. പന്നകേ, പന്നകം എന്ന് പറഞ്ഞാൽ സർപ്പം. പന്നകേ സർപ്പത്തിൽ എന്ന് പറഞ്ഞാൽ സർപ്പത്തിൻ്റെ ആ ഫണങ്ങളിൽ നൃത്തം ചെയ്തു. അമരതാഡിത ദുന്ദുഭി സുന്ദരം. അമരന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാർ. താഡിതം, അവർ ദുന്ദുഭി കൊട്ടുന്നുണ്ട്, അടിക്കുക, താഡിതം. ദുന്ദുഭി എന്ന് പറഞ്ഞാൽ വാദ്യവിശേഷമാണല്ലോ, അതുകൊണ്ട് സുന്ദരമായ താളത്തോടു കൂടിയാണ്. വിയതി, വിയത്ത് എന്ന് പറഞ്ഞാൽ ആകാശം, സ്വർഗം എന്നൊക്കെ അർത്ഥമുണ്ട്. വിയതി സ്വർഗത്തിൽ, അതിൻ്റെ സപ്തമിയാണ്. വിയതി ദൈവത യൗവതയെ ഗായതി എന്നാണ്. ദൈവത യൗവതം, ദൈവതം ദേവലോകത്തെ സംബന്ധിച്ച യൗവതം യുവതി മണ്ഡലത്തിലെയാണ് യൗവതം. അപ്പോൾ ദേവസുന്ദരിമാർ അരിൽ സപ്തമിയാണ് യൗവതയെ ഗായതി. അത് യുവതികളാണെങ്കിലും സപ്തമി അവിടെ പറഞ്ഞിരിക്കുന്നത് യുവതികളുടെ കൂട്ടം എന്ന് വരുമ്പോഴത്തേക്കത് സ്ത്രീലിംഗം, അതിൻ്റെ ഭാവം മാറും. അതാണ് യൗവതം നപുംസകമായിട്ട് മാറാം. അത് ആ ഗായതി അങ്ങനെ തന്നെയാണ് സപ്തമി അങ്ങനെ വന്നിരിക്കുന്നത്. അത് കൂട്ടത്തിൽ പാടുന്നതിൽ എന്ന് പറഞ്ഞാൽ പാടുമ്പോൾ അതിൻ്റെ താളത്തോടു കൂടി എന്നുള്ളർത്ഥമാണ്. അങ്ങനെ നനർത്തിഥ എന്നുള്ളതാണ്. നൃത്തം ചെയ്തു വളരെ നേരം. അടുത്ത പദ്യം നോക്കാം. നമതി യദ്യതമുഷ്യശിരോഹരേ പരിവിഹായതദുന്നതമുന്നതം പരിമഥൻ പദപങ്കരുഹാചിരം വ്യഹരഥാഃ കരതാളമനോഹരം. നമതി യത് യത് അമുഷ്യ ശിരഃ ഹരേ പരിവിഹായ തത് ഉന്നതം ഉന്നതം പരിമഥൻ പദപങ്കരുഹാചിരം വ്യഹരഥാഃ കരതാളമനോഹരം വാക്കുകൾ. നമതി വയ്ക്കുന്നു, താഴുന്നു അർത്ഥം ഇവിടെ. യത് ഏത്, യാതൊന്ന് യാതൊന്ന്. ശിരഹ എന്നുള്ളതിൻ്റെ ശിരസി ശിരാംസി എന്ന് പറഞ്ഞാൽ ശിരസ് ആ പണത്തിൻ്റെ കാര്യമാണ്. തല എന്ന് പറയുമ്പോൾ ഇവിടെ പണത്തിൻ്റെ കാര്യമാണ്. അത് നപുംസകലിംഗമാണ്. അതായത് യാതൊന്ന് യാതൊന്ന് ശിരസ്, ആ പണങ്ങൾ ശിരസ്. നമതി താഴുന്നു. അമുഷ്യ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ, ഈ കാളിയൻ്റെ, അത് ശബ്ദത്തിൻ്റെ പുല്ലിംഗം ഷഷ്ഠിയാണ്. അസൗ അമു അമി അങ്ങനെയാണല്ലോ അതിൻ്റെ ആദ്യം തുടങ്ങുന്നത്. അസൗ എന്നുള്ളതിൻ്റെ ഷഷ്ഠി ഏകവചനമാണ്. ഹരേ അല്ലയോ ഹരേ എന്ന് പട്ടതിരി പറയുന്നതാണ്. പരിവിഹായ അങ്ങനെ കുനിയുന്ന ആ ശിരസിനെ പരിവിഹായ ഉപേക്ഷിച്ചിട്ട് തത് ഉന്നതം ഉന്നതം തത്. ഉന്നതം എന്ന് പറഞ്ഞാൽ ഉയർന്നു വരുന്നത്. ഒരു ഭഗവാന്റെ പാദത്തിൻ്റെ ഭാരം കൊണ്ട് ഭഗവാന്റെ പാദം വെച്ചിരിക്കുന്ന ശിരസ്സുകളൊക്കെ താഴോട്ട് പോകും ക്ഷീണം കൊണ്ട്. മറ്റ് പണങ്ങൾ ആ സമയത്ത് ഉയർന്നു നിൽക്കുമല്ലോ, അപ്പോൾ അതേൽ കയറി നിൽക്കും. അതാണ് ഉന്നതം ഉന്നതം പരിമഥൻ. ഉന്നതം ഉന്നതം തത് ഉയർന്നു വരുന്ന അതിനെ പരിമഥൻ മതിക്കുന്നു.
പാദം കൊണ്ട് ചവിട്ടുന്നു. പരിമഥൻ പരിമഥന്തൗ തകാരാന്താണ് പരിമഥന്ത. പദപങ്കരുഹ, പങ്കരുഹം താമരയാണല്ലോ. പദപങ്കരുഹ പദമാകുന്ന താമരയാൽ രുഹവും രുഹ എന്നാണ്. ഹകാരാന്തമാണ്. രുഹ തൃതീയം ചിരം വളരെ നേരം. വ്യഹർത്ഥാഹ എങ്ങനെ വിഹരിച്ചു. ത്വം മധ്യമുഷൻ ആണ്. കരതാള മനോഹരത്തോടു കൂടിയാണ്. കരതാളം കൈയുടെ താളം കൊണ്ട് മനോഹരം ആകും വണ്ണമാണ്. ശ്രീകൃഷ്ണന് വളരെ കൈ കൊണ്ട് താളമടിച്ച് വളരെ മനോഹരമായിട്ടുള്ള നൃത്തമാണ് നടത്തിയത്. അടുത്ത പദ്യം നോക്കാം. ത്വദവഭഗ്ന വിഭുഗ്ന ഭണാഗണേ ഗളിതശോണിതശോണിതപാഥസി ഫണിപദാവസീദതി സന്നതസ്തദബലസ്തവ മാധവ പാദയോഃ. ത്വദവഭഗ്ന വിഭുഗ്ന ഭണാഗണേ ഗളിതശോണിതശോണിതപാഥസി ഫണിപതൗ അവസീദതി സന്നതാഃ തദബലാഃ തവ മാധവ പാദയോഃ എന്നാണ് വാക്കുകൾ. ത്വദവഭഗ്ന വിഭുഗ്ന ഭണാഗണേ. ത്വദവഭഗ്നം എന്നാൽ ഭഗ്നമായത് ഭഗ്നം ഭഞ്ജിക്കപ്പെട്ടത്, മർദ്ദിക്കപ്പെട്ടത്. എന്നിട്ട് വിഭുഗ്നം ക്ഷീണിതമായത്. വിഭുഗ്നമായ ഭണാഗണം. ഭണം പ്രത്യേകളാണ് സർപ്പത്തിൻ്റെ. അങ്ങനെയുള്ള ഭണാഗണത്തോടു കൂടിയവനായപ്പോൾ എന്നാണ്. ഫണിപദവും എന്നൊരു വാക്ക് പിന്നെ വരുന്നുണ്ട്. ഫണിപതിയിൽ സപ്തമിയാണ്. ഫണിപതിയിൽ ഭണഗണത്തോടു കൂടിയവനെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഭണാഗണത്തോടു കൂടിയവനായപ്പോൾ. അതുപോലെ തന്നെ ഗളിത ശോണിത പാഥസി. ഗളിതം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വീണ, ശോണിതം രക്തം ശ്രദ്ധിക്കുന്നു ഈ കാളിയൻ. അങ്ങനെ അതുകൊണ്ട് ശോണിതമായി ചുവപ്പ് നിറത്തോടു കൂടിയതാണ് അത്. പാഥസി പാഥസി പാഥാംസിന്ന് അത് വെള്ളം, അതിൻ്റെ സപ്തമിയാണ്. അങ്ങനെ ആയപ്പോൾ, ആ വെള്ളത്തോടു കൂടിയവനായപ്പോൾ ആ കാളിന്തി നദി തന്നെ ചുവന്നു എന്നർത്ഥം. ആ സമയത്ത് അങ്ങനെ ഫണിപദൗ അവസീദതി. ഫണിപതി അവസീദന്ത അതിൻ്റെ സപ്തമിയാണ് അവസീദതി. ക്ഷീണിച്ചവനായപ്പോൾ സന്നതാഹ നതാഹ എന്നുള്ളർത്ഥമാണ്. നതകളായി, നമസ്കരിച്ചവരായി. തദബലാഹ അവൻ്റെ അബലകൾ, അവൻ്റെ പത്നിമാർ. അബല സ്ത്രീ എന്നർത്ഥമാണ്. തവ പാദയോഹോ ഹേ മാധവ. അബലാഹ തവ അബലാസ്തവ തവ പാദയോഹോ അങ്ങയുടെ പാദങ്ങളിൽ, രണ്ട് പാദങ്ങളിൽ. പാദയോഹോ പാദേഷു പാദങ്ങളിൽ അവർ നമിച്ചു എന്നർത്ഥം. ഹേ മാധവ. അടുത്ത പദ്യം നോക്കാം. ഐ പുരൈവ ചിരായ പരിശ്രുതത്വദനുഭാവവിലീന ഹൃദോഹി താഹ മുനിഭിരപ്യനവാപ്യപഥൈഃ സ്തവൈർമനുവീശ ഭവന്തമയന്ത്രിതം. ഐ പുരാ ഏവ ചിരായ പരിശ്രുതത്വദനുഭാവവിലീന ഹൃദഃ ഹി താഹ മുനിഭിഃ അപി അനവാപ്യപഥൈഃ സ്തവൈഃ നുനുഃ ഈശ ഭവന്തം അയന്ത്രിതം. അങ്ങനെയാണ് വാക്കുകൾ. ഐ അല്ലയോ ഭഗവാനെന്ന് പട്ടതിരി പറയുന്നതാണ്. പുരായവ പണ്ടേ തന്നെ, രണ്ടും അവ്യയമാണ്. പണ്ടേ തന്നെ, ചിരായ വളരെ കാലമായിട്ട്, അതുമയമാണ്. പരിശ്രുതം കേട്ടിരിക്കുന്നത് എന്താണ്? ത്വദനുഭാവം അങ്ങയുടെ അനുഭാവങ്ങളുടെ മഹത്വം. അങ്ങനെ വിലീന ഹൃദ അങ്ങനെ അതിൽ ലയിച്ച ആകർഷിക്കപ്പെട്ടവരായ ഹൃദ ആ മനസ്സോടുകൂടിയവരായിരുന്നു ആ പത്നിമാർ, കാളിയൻ്റെ പത്നിമാർ. ഹി താഹ എന്ന് പറഞ്ഞാൽ അവർ, അങ്ങനെയുള്ള അവർ. മുനിഭിഹി അഭി മുനിമാരാലും, മുനി എന്നുള്ളതിൻ്റെ തൃതീയ ബഹുവചനമാണ്. അവിയേയം അവരാലും. അനവാപ്യപഥൈഹി അവാപ്യം എന്ന് പറഞ്ഞാൽ എത്തപ്പെട്ടത്, അനവാപ്യം എത്തപ്പെടാത്ത പഥം, വഴികളോട് കൂടിയത്. ഇവിടെ പറയുന്നത് സകല ബ്രഹ്മസ്വരൂപ ആ രീതിയിലും നിഷ്കള ബ്രഹ്മസ്വരൂപത്തിലും ആ മൂർത്തിഭേദത്തിൽ രണ്ട് രീതിയിൽ ഈ നാഗപത്നിമാർ ഭഗവാനെ സ്തുതിച്ചു എന്നാണ്. അതാണ് മുനിമാർ സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു, അത് സകല ബ്രഹ്മരൂപമാണെങ്കിൽ ഭക്തിമാർഗം എന്ന് പറയും, നിഷ്കള ബ്രഹ്മമാണെങ്കിൽ ജ്ഞാനമാർഗം എന്ന് പറയും. ഭക്തന്മാർ മിക്കവാറും സകല
സ്വരൂപമായിരിക്കും. മഹർഷിമാരൊക്കെ നിഷ്കള സ്വരൂപമായിരിക്കും പിന്തുടരുന്നത്. യഥൈഹി അങ്ങനെയുള്ള വഴികളോടുകൂടി, സ്തവൈഹി വഴികളുള്ള സ്തോത്രങ്ങളാൽ, നിരുവുഹു എന്ന് പറഞ്ഞാൽ ബഹുവ് ബഹൂതുഹു ബഹൂഹു ലിട്ട് പരസ്മേതം ബഹുവചനമാണ്. സ്തുതിച്ചു ഈശ ഭവന്തം ഭഗവാനെ സ്തുതിച്ചു. അയന്ത്രിതം വാക്ക് പറഞ്ഞത് നിയന്ത്രിതം ഇല്ലാതെ എന്ന് പറയുമ്പോൾ അനർഗളം എന്നൊരു വാക്ക് പറയാം. വളരെ ഒട്ടും ഇടയ്ക്ക് തടസ്സമില്ലാത്ത നിലയെ സ്തുതിച്ചു എന്നർത്ഥം. അടുത്ത പദ്യം നോക്കാം. ഫണിവധൂഗണഭക്തി വിലോകന പ്രവികസത് കരുണാകുലചേതസ ഫണിപതേർ ഭവതാച്യുത ജീവിതസ്ത്വയി സമർപ്പിതമൂർത്തിരവാനമത്. ഫണിവധൂഗണഭക്തി വിലോകന പ്രവികസത് കരുണാകുലചേതസ ഫണിപതി ഭവതാ അച്യുത ജീവിതഃ ത്വയി സമർപ്പിതമൂർത്തി അവാനമത് എന്നാണ് വാക്ക്. ഫണി വധൂഗണം, ഫണി സർപ്പമാണ്, ഫണമുള്ളത്. വധൂഗണം പത്നിമാരാൽ അവരുടെ ഭക്തി വിലോകനം, അവരുടെ ഭക്തി കണ്ട് പ്രവികസത് വികസിച്ച കരുണാകുലമായ കരുണാർദ്രമായ ചേതസ്സോട് കൂടിയവനായ ഭവതാന്ന് അടുത്ത വരിയിൽ വാക്കുണ്ട്. അങ്ങയാൽ ഫണിപതി ആ സർപ്പശ്രേഷ്ഠൻ അച്യുത ജീവിത ജീവിപ്പിക്കപ്പെട്ടു. അത് മരണപ്രായം ആയതായിരുന്നു. പക്ഷേ അങ്ങയുടെ നോട്ടം കൊണ്ട് അങ്ങ് അല്ലെങ്കിൽ പിന്നീട് കൂടുതൽ മർദ്ദിക്കാതെ ജീവിപ്പിക്കപ്പെട്ടു എന്നർത്ഥം. അപ്പോഴേക്കും കാളിയനെ തൊയി സമർപ്പിത മൂർത്തിയായി, നിന്നിൽ അർപ്പിക്കപ്പെട്ട മൂർത്തി, നമസ്കരിച്ചു എന്നർത്ഥം. മൂർത്തിയായിട്ട് അവാനമത് നമിച്ചു എന്നർത്ഥം. അടുത്ത പദ്യം നോക്കാം. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുകയാണ്, കാളിയനോട് അങ്ങ് രമണകം എന്ന ഒരു ദ്വീപുണ്ട് സമുദ്രമധ്യത്തിൽ, അവിടെ പൊയ്ക്കൊള്ളുക. അവിടെ നേരത്തെ ഈ കാളിയമർദ്ദനം തുടങ്ങിയപ്പോൾ പറഞ്ഞ ഈ കാളിന്തിയിൽ വരാൻ കാരണം, കാളിന്തിയിൽ ഗരുഡൻ കാളിയനെ ഉപദ്രവിക്കുകയില്ല. വേറെ എവിടെ പോയാലും ഗരുഡൻ പണ്ടത്തെ ഒരു വിരോധമുണ്ട്, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് ഉപദ്രവിക്കും. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നീ അവിടെ പോയിക്കൊള്ളുക. അവിടെ മറ്റു മനുഷ്യവാസമൊന്നും ഇല്ലാത്ത സ്ഥലമാണല്ലോ, അപ്പോൾ അവിടെ പോയാൽ മതി. അവിടെ ഗരുഡൻ നിന്നെ ഉപദ്രവിക്കുകയില്ല. ഗരുഡൻ ഭഗവാന്റെ വാഹനമാണല്ലോ. അങ്ങനെ പറഞ്ഞു എന്നാണ് പദ്യം വായിക്കാൻ. രമണകം പ്രജവാരിധി മധ്യകം ഫണിരിപൂർണ്ണ കരോതി വിരോധിതാം ഇതി ഭവദ്വചനാന്യതിമാനയൻ ഫണിപതേർനിരകാതുരകൈ സമം. രമണകം പ്രജ വാരിധി മധ്യകം ഫണിരിപുഹു ന കരോതി വിരോധിതാം ഇതി ഭവദ്വചനാനി അതിമാനയൻ ഫണിപതി നിരകാത് ഉരകൈ സമം. അങ്ങനെയാണ് വാക്കുകൾ. ഇവിടെ രമണകം പ്രജ, രമണകത്തിലേക്ക് പ്രജയുടെ പൊയ്ക്കൊള്ളുക. അത് ലോട്ട്, നീ പൊയ്ക്കൊള്ളുക. പ്രജതാം പ്രജന്തു ലോട്ട് രൂപമാണ്, അതിൻ്റെ മധ്യമപുരുഷനാണ്. നീ പൊയ്ക്കൊള്ളുക. വാരിധി മധ്യകം, സമുദ്രമധ്യത്തിൽ ഉള്ള രമണത്തിലേക്ക് പോകുക. ഫണിരിഭു എന്ന് പറഞ്ഞാൽ ഗരുഡനാണ്, സർപ്പത്തിൻ്റെ ശത്രു. രിപുഹു ന കരോതി എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു. ന കരോതി ചെയ്യുകയില്ല എന്നർത്ഥം. വിരോധിതാം നഗരോതി, വിരോധിത എന്ന് പറഞ്ഞാൽ ശത്രുത, അതിനെ നഗരോതി. ഇതി ഭവദ്വചനാദി, ഇങ്ങനെയുള്ള അങ്ങയുടെ വാക്കുകളെ വചനാനി വാക്ക്, അതിൻ്റെ ദ്വിതീയം അങ്ങനെ തന്നെയാണല്ലോ. അതിനെ അതിനെ മാനിച്ചുകൊണ്ട്, അതിമാനേന്തോ നിമാനേന്ത ഫണിപതി, അങ്ങനെയുള്ള സർപ്പശ്രേഷ്ഠൻ കാളിയൻ നിരകാത് പുറപ്പെട്ടു. ഉരകൈഹി സമം, നിരകാത് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോയി. ഉരകൈഹി സമം, മറ്റ് ഉരകങ്ങളോട് തൃതീയ ബഹുവചനമാണ് സമം, പോയി എന്നർത്ഥം. അടുത്ത പദ്യം നോക്കാം. ഫണിവധൂജനദത്ത മണിപൂരജ്വലിതഹാരദുകൂലവിഭൂഷിത തടഗതൈ പ്രമുദാശ്രുവിമിശ്രിതൈ സമഗതാ സ്വജനൈർ ദിവസാവധൗ. ശ്രീകൃഷ്ണന് ആ ഗോപന്മാരോടുകൂടി ഒന്നിച്ചേരുന്ന കാര്യമാണ്. ഫണിവധൂജനദത്ത മണിപൂരജ്വലിതഹാരദുകൂലവിഭൂഷിത തടഗതൈ പ്രമദാശ്രുവിമിശ്രിതൈ സമഗതാ സ്വജനൈ ദിവസാവധൗ.
ഫണിവധൂജന ദത്ത മണിവ്രജജ്വലിതഹാര ദുകൂല വിഭൂഷിത എന്ന് പറഞ്ഞാൽ ഫണിവധൂജനം, സർപ്പത്തിൻ്റെ പത്നിമാർ വധൂജനം, അവരാൽ ദത്തം കൊടുക്കപ്പെട്ട മണിവ്രജം, അനേകം മണി രത്നമാണ്, രത്നവ്രജം കൂട്ടം, അതുകൊണ്ട് ശോഭിക്കുന്ന ജ്വലിതം എന്ന്. പിന്നെ ഹാരദുകൂലം അത് കൊടുത്തു, മുത്തുമാലകൾ കൊടുത്തു, അനേകം പട്ട് വസ്ത്രങ്ങൾ കൊടുത്തു, അവർ അനേകം ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ കൊടുത്തു. അതുകൊണ്ട് അത് എല്ലാം അണിഞ്ഞ് വിഭൂഷിതനായിട്ടാണ് തിരിച്ചു വരുന്നത്. ജലാശയത്തിൽ നിന്നും വരുന്നത് അങ്ങനെയാണ്. വിഭൂഷിതനായ അങ്ങ് തൊന്നിയെ തടഗതൈഹി തടത്തിൽ ഉള്ളവരായ അവരാൽ, പ്രമദാശ്രു വിമിശ്രിതൈഹി പ്രമദാശ്രുക്കളാൽ, പ്രമദ ഗോപികമാരുടെ അശ്രു കണ്ണുനീർ കൊണ്ട് വിമിശ്രിതം നനഞ്ഞ്, സുജനങ്ങളിൽ ഗോപികമാരെല്ലാം കണ്ണുനീരണിഞ്ഞാണ് നിൽക്കുന്നത്. എൻ്റെ അവസ്ഥ നേരത്തെയുള്ള അവസ്ഥ കണ്ടാണല്ലോ. സുജനൈഹി സമാഗതാഹ എന്നാണ്, ഒന്ന് ചേർന്നു, നീ അവരോട് സുജനൈഹി സമാഗത, ഞങ്ങളോടുകൂടി ചേർന്നു. ദിവസാവധവും, അവധി എന്ന് പറഞ്ഞാൽ അതിർത്തി അതിര് എന്നൊക്കെ, അപ്പം സന്ധ്യയായി, അതാണ് ദിവസാവധി എന്നുള്ളതിൻ്റെ സപ്തമിയാണ് അവധവും. ദിവസാവധിയിൽ നീ അവിടെ അവരോടൊത്ത് ചേർന്നു. അടുത്ത പദ്യം നോക്കാം. നിശി പുനസ്തമസ വ്രജമന്ദിരം വ്രജിതുമക്ഷമയേവ ജനോത്കരേ സ്വപതി തത്ര ഭവച്ചരണശ്രയേ ദവകൃശാനുരരുന്ധസമന്തതഃ. നിശി പുനഃ തമസ വ്രജമന്ദിരം വ്രജിതും അക്ഷമേ ഏവ, അവിടെ ഒരു പ്രത്യേക സന്ധ്യയാണ്. അക്ഷമ ഏവ എന്ന് പറഞ്ഞാൽ അക്ഷമേ ഏവ ജനോത്കരേ, അക്ഷമ എന്നല്ല, ക്ഷമേ ജനോത്കരേ സ്വപതി തത്ര ഭവച്ചരണാശ്രയേ ദവകൃശാനു അരുന്ധ സമന്തതഃ. അങ്ങനെയാണ് വാക്കുകൾ. നിശി രാത്രിയിൽ അവ്യയമായിട്ടെടുക്കുക. നിശ എന്ന് വേറൊരു വാക്കുണ്ട്, അത് അവ്യയമല്ല, നിശി എന്ന് മാത്രം പറയുമ്പോൾ അവ്യയം, രാത്രിയിൽ നിന്ന് അർത്ഥത്തിൽ. പുനഃ അവ്യയ, പിന്നീട് അവ്യയമാണ്. തമസ, തമസ് ഇരുട്ടിനാൽ, ആ സമയമാകുമ്പോഴത്തേക്ക് ഇരുട്ടായി അവർക്ക് തിരിച്ച് പോകാൻ പറ്റുകയില്ല. വനം കൂടെയാണല്ലോ, ഈ വൃന്ദാവനം എന്ന് പറയുമ്പോൾ വനപ്രദേശം കൂടെയാണ്. അതുകൊണ്ട് രാത്രിയായി കഴിഞ്ഞാൽ അവിടെ തിരിച്ചു പോകാൻ പ്രയാസമാണ്. അതുകൊണ്ട് അവർ ആ കാളിന്തിയുടെ തീരത്ത് തന്നെ എല്ലാവരും വിശ്രമിക്കാൻ തീരുമാനിച്ചു. രാവിലെ പോയാൽ മതി എന്ന് തീരുമാനിച്ചു. തമസ ഇരുട്ടിനാൽ വ്രജമന്ദിരത്തിലേക്ക് വ്രജിതും പോകുന്നതിന് നടക്കണം. തുമന്നെന്തോ അവ്യയം. അക്ഷമരിൽ നടക്കണം. അത് ജനോത്കരെ, ജനക്കൂട്ടത്തിൽ അക്ഷമമായതിൽ നടക്കണം. അത് ഉത്കരം, കൂട്ടം എന്ന് വന്നതുകൊണ്ട് ഏകവചനമായിട്ട് തന്നെ പറഞ്ഞു. അത് അക്ഷമേ ഏവ, അങ്ങനെ തന്നെ ആയപ്പോൾ അവ്യയമാണ്. ജനോത്കരെ, ഉത്കരമോടെ കൂട്ടം, ജനങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ പോകാൻ പ്രയാസമുള്ളതിൽ എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ളവരായപ്പോൾ, അങ്ങനെയുള്ളവർ സുപിതി ഉറങ്ങിയപ്പോൾ, സുബന്ധ എന്നുള്ളതിന് സപ്തമിയാണ്. തത്ര അവിടെ ഉറങ്ങിയപ്പോൾ, ഭവച്ചരണാശ്രയെ ഭഗവാന്റെ ചരണങ്ങൾ ആശ്രയം ആയിട്ടുണ്ട്. ആശ്രയെ ജനോത്കരെ നിൽക്കണം. ജനോത്കരത്തിൻ്റെ വിശേഷണമായിട്ട് ഭഗവാന്റെ ചരണങ്ങൾ ആശ്രയമായ ജനോത്കരം പോകുന്നതിന് അക്ഷമരായി അവിടെ തന്നെ ഉറങ്ങിയപ്പോൾ എന്നാണ് എടുക്കേണ്ടത്. പെട്ടെന്ന് ദവകൃശാനുഹു, ദവം എന്ന് പറഞ്ഞാൽ കാട്ടുതീ, കൃശാനു അഗ്നി, ദവകൃശാനു കാട്ടുതീ എന്നർത്ഥം. അരുന്ധ രോധിച്ചു, ഇവിടെ മുഴുവൻ പടർന്നു. സമന്തത എന്ന് പറഞ്ഞാൽ ഒരു അവ്യയമാണ്. ചുറ്റുപാടും ദവകൃശാനുഹു അരുന്ധ എന്നർത്ഥം. പെട്ടെന്ന് കാട്ടുതീ പടർന്നു പിടിച്ചു. പ്രബുദ്ധിതാനഥ പാലയേത്യുദയദാർത്തരവാൻ പശുപാലകാൻ അവിതുമാശുപപാധമഹാനലം കിമിഹ ചിത്രമയം ഖലു തേ മുഖം. പ്രബുദ്ധിതാൻ അഥ പാലയ ഇതി ഉദയദാർത്തരവാൻ പശുപാലകാൻ അവിതും ആശു പപാധ മഹാനലം കിം ഇഹ ചിത്രം അയം ഖലു തേ മുഖം. ഇങ്ങനെയാണ് വാക്കുകൾ. പ്രബുദ്ധിതാൻ ഉണർന്നവരെ അല്ലേ. അഥാവ്യയം. പാലയ രക്ഷിക്കണേ രക്ഷിച്ചാലും നീ അത് കൃഷ്ണനോട് തന്നെ പറയുന്നതാണ്. ഇതി പ്രകാരം ഉദയദാർത്തരവാൻ, ഉയർന്നു പൊങ്ങിയ ആർത്തരവം, ആ ശബ്ദങ്ങളോട് കൂടിയവരായ
പശുപാലകന്മാരെ ഗോവന്മാരെ അവിതും രക്ഷിക്കുന്നതിനായിട്ട്. തുമ്മെന്ന അവ്യയമാണ്, ആശു അവ്യയമാണ്. പെട്ടെന്ന് തന്നെ പപാധ എന്ന് പറഞ്ഞാൽ കുടിച്ചു ക്രിയയാണ്. മഹാനലം, അനലൻ എന്ന് പറഞ്ഞാൽ തീയാണ്. മഹാ അഗ്നിയെ ആ തീയെ കുടിച്ചു. കിം ഇഹ ചിത്രം, എന്ത് ആണ് ഇവിടെ ചിത്രം എന്ന് പറഞ്ഞാൽ അതിശയം. കിം, ഇതൊരു അതിശയമല്ല. അയം ഖലു തേ മുഖം എന്നാണ്. ഇവൻ, ഈ അഗ്നി, അയം എന്ന് പറഞ്ഞാൽ ഇവൻ എന്നർത്ഥം. നിശ്ചയമായും ഖലു അവ്യയമാണ്. നിശ്ചയമായും തേ മുഖം, തേ ഭവത, തേ അങ്ങയുടെ, ഭവതേ അങ്ങയുടെ മുഖമാണ്. ഈ അഗ്നി എന്ന് പറയുന്നത് അങ്ങയുടെ മുഖം തന്നെയാണല്ലോ. അങ്ങനെ ഈശ്വരൻ്റെ അവയവങ്ങളെ വിവരിക്കുമ്പോൾ ഈശ്വരൻ്റെ അഗ്നി മുഖനാണ് എന്നൊക്കെ ഈശ്വരൻ്റെ പര്യായങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ അഗ്നി അങ്ങയുടെ മുഖം തന്നെയാണല്ലോ. മുഖം എന്നുള്ളതിന് മലയാളത്തിലെ മുഖമല്ല, സാധാരണ വായ എന്നുള്ള അർത്ഥമാണ് സംസ്കൃതത്തിൽ. അതുകൊണ്ട് അത് പട്ടതിരി പറയുന്നതാണ് കിമിഹ ചിത്രം, ഇത് അതിശയമല്ല. പട്ടതിരിയുടെ വാക്കാണ്. അയം ഖലു തേ മുഖം, ഈ അഗ്നി എന്നത് അങ്ങയുടെ മുഖം തന്നെയാണല്ലോ എന്ന് പട്ടതിരി പറയുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. ശിഖിനി വർണ്ണതയേവ ഹി പീതത പരിലസത്യധുനാ ക്രിയയാപ്യസൗ ഇതി നുത പശുവൈർമുദിതൈർവിഭോ ഹരഹരേ ദുരിതൈഃ സ മേഘദാൻ. ശിഖിനി, ശിഖൻ എന്ന് പറഞ്ഞാൽ ശിഖിനവും ശിഖിനി, ശിഖയോട് കൂടിയത് അഗ്നിയാണ്. ശിഖിനി അതിൻ്റെ സപ്തമിയാണ്, അഗ്നിയിൽ എന്നർത്ഥം. വർണ്ണതഃ ഏവ, വർണ്ണം എന്ന് പറഞ്ഞാൽ നിറം, വർണ്ണതഃ നിറം കൊണ്ട് എന്നുള്ള അർത്ഥം എടുക്കണം. ഏവ വർണ്ണത, നിറം കൊണ്ട് ഏവ മാത്രമാണ്. ഹി, ഏവയും ഹിയൊക്കെ അവയാണ് മാത്രമാണ്. നിശ്ചയം പീതത എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറം. അഗ്നിക്ക് മഞ്ഞ നിറമുണ്ടല്ലോ. പീതം എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമാണ്. പീതത, മഞ്ഞ ഭാവം, നിറം കൊണ്ട് ആണുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോഴേ പീതത എന്നുള്ള വാക്കിൻ്റെ ആ ഒരു വാക്കിൻ്റെ, പീതം എന്ന് പറഞ്ഞാൽ കുടിച്ചു എന്നർത്ഥം നേരത്തെ പറഞ്ഞല്ലോ. ആ അഗ്നിയെ ഭഗവാൻ കുടിച്ചു എന്നാണ് പറഞ്ഞത്. ആ പീതത എന്നുള്ള വാക്ക് ആ നിറം കൊണ്ട് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്നത്. പരിലസതി എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നു. അധുന ഇപ്പോൾ. ക്രിയയാ അപി, ക്രിയ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ആ ക്രിയ കൊണ്ട് അങ്ങ് കുടിച്ചല്ലോ. അതുകൊണ്ട് ഇനിയും ആ പീതത കുടിച്ചു എന്നുള്ള അവസ്ഥയാണ് ഇവിടെ. ആ പീതത എന്നുള്ള വാക്ക് മഞ്ഞ നിറം എന്നുള്ളത് കൊണ്ട്, നിറം കൊണ്ടുണ്ട്. ഇവിടെ ക്രിയ കൊണ്ട് പീതത എന്നുള്ള വാക്ക് അഗ്നിക്ക് യോജിക്കുന്നുണ്ട് എന്നാണ്. പീതത അധുന ക്രിയയാ അപി, ക്രിയ കൊണ്ടും. അസൗ ഇവിടെ ആ വാക്ക് അഗ്നിയിൽ യോജിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. പരിലസതി, ശോഭിക്കുന്നു. ഇതി പ്രകാരം നുതഃ സ്തുതഃ എന്നർത്ഥം, സ്തുതിക്കപ്പെട്ടവനായ ആരാലാണ്? പശുപൈഹി, പശുവന്മാരാൽ. അങ്ങനെ പറഞ്ഞ് സ്തുതിച്ചു എന്നർത്ഥം. മുദിതൈഹി, സന്തോഷത്തോടു കൂടിയവരായ പശുവന്മാരാൽ. സന്തോഷം വരുമ്പോഴാണ് ഇങ്ങനെ പുതിയ ഭാവനയൊക്കെ വരുന്നത്. മുദിതൈഹി പശുപൈഹി നുതഃ ത്വം ഹേ വിഭോ. മുദിതൈഹി വരുന്നത് വിസർഗമാണ്. വിഭോ, അല്ലയോ വിഭോ. പട്ടതിരി പറയുന്നതാണ്. ഹരേ എന്നുള്ളത് അല്ലയോ ഹരേ. ഹര എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കിയാലും, ഹരിച്ചാലും, ഇല്ലാതാക്കിയാലും എന്നർത്ഥം. മേ ഗദാൻ ഹര, എൻ്റെ ഗതം എന്ന് പറഞ്ഞാൽ രോഗമാണ്. ഗദാൻ, എൻ്റെ രോഗങ്ങളെ ഹര. ദുരിതൈഹി സഹ, ദുരിതങ്ങളോട് കൂടി, എല്ലാ ദുരിതങ്ങളോടും കൂടി എൻ്റെ രോഗങ്ങളെ ഇല്ലാതാക്കിയാലും. എല്ലാ ദുരിതങ്ങളും ഇല്ലാതാക്കണം, രോഗങ്ങളെയും ഇല്ലാതാക്കണം എന്നർത്ഥത്തിൽ പറയുന്നതാണ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.